കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഔദ്യോഗികമായി സ്വീകരിച്ചു. രാജ്യസഭാ കാലാവധി പൂർത്തിയാവുകയും രാജ്യസഭാ അംഗമായി അടുത്ത ഊഴം കിട്ടില്ല എന്ന് ഉറപ്പാവുകയും ചെയ്തതോടെയാണ് രാജി. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു ജോർജ് കുര്യൻ. നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബുവാണ് ചേരുന്നത്. കിരൺ, പുതിയ എംപിമാരുടെ പട്ടിക വന്നതോടുകൂടി തന്നെ ജോർജ് കുര്യന് വീണ്ടും എം പി സ്ഥാനമില്ല എന്നത് വ്യക്തമായതാണ്. കാലാവധി അതുകൊണ്ട് തന്നെ അവസാനിക്കുന്നു. അതിനു മുമ്പ് രാജി നൽകിയിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, കേരളത്തിൽ നിന്ന് രണ്ടു പേർക്കാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഇടമുണ്ടായിരുന്നത്. ഒന്ന് ജോർജ് കുര്യനും രണ്ട് സുരേഷ് ഗോപിക്കുമാണ്. ഇപ്പോൾ ജോർജ് കുര്യൻ രാജിവെച്ചിരിക്കുന്നു. ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. ഇത്തവണ അതിന് ഒരു ഊഴം കൂടി അദ്ദേഹത്തിന് ലഭിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് അദ്ദേഹം രാജി നൽകിയത്. അദ്ദേഹത്തിനെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് രാജ്യസഭാംഗമായിരുന്ന ജ്യോതിരാദിത്യ രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ചു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ കാലാവധി 2 വർഷമുണ്ടായിരുന്നു. ആ കാലാവധി 2 വർഷത്തെ കാലാവധി ജോർജ് കുര്യന് നൽകിയത്. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു പൂർണ്ണ ടൈം നൽകാൻ തയ്യാറായില്ല. ഈ 2 വർഷ കാലാവധിയിൽ അദ്ദേഹത്തിന് കേന്ദ്ര സഹമന്ത്രിയാവാൻ കഴിഞ്ഞു. നേരത്തെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തിക്കണം, പാർട്ടി തലത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനം BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് നേടിയ അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്ക് നേടിയ വോട്ട് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും ഏതെങ്കിലും ഒരു രാജ്യസഭയിൽ എവിടെയെങ്കിലും മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിൽ ഒരു ഊഴം കൂടി അദ്ദേഹത്തിന് ലഭിക്കില്ല എന്നത് ഏറെക്കുറെ വ്യക്തമായിരുന്നു. അത് വ്യക്തമായതോടുകൂടിയാണ് അദ്ദേഹം രാജിവെച്ചത്. ഇനിയിപ്പോൾ കേരളത്തിന് കേന്ദ്രമന്ത്രിസഭയിലുള്ളത് ഒരു പ്രതിനിധി മാത്രമാണ്, കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി. ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലാവധി MP എന്ന നിലയിലുള്ളത് അവസാനിക്കുകയാണ്. മറ്റൊരു ടൈം കൂടി അനുവദിക്കില്ല എന്നത് നേരത്തെ വ്യക്തമായതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് ജോർജ് കുര്യൻ രാജി നൽകിയത്. രാജി ഔദ്യോഗികമായി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.